ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കൊല്ലത്തുള്ള ഒരു കിട്ടില ആംബിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. വെറുതെ വീട്ടിൽ ഇരുന്നപ്പോൾ തൊട്ടടുത്തുള്ളൊരു സ്പോട്ടിലെങ്ങാനും കറങ്ങാൻ പോയാലെന്ന് വെച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള കാർ പാർക്കിങ്ങും എല്ലാം ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇവിടെ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടി. കാരണം വീട്ടിൻ്റെ തൊട്ടടുത്ത് ഇത്രയും കിടില ഒരു സ്പോട്ട് ഇത്രയും നാളായിട്ട് പോയില്ലല്ലോ എന്നോർത്തുള്ളൊരു ഭയങ്കര വിഷമമായിരുന്നു. എത്ര വലിയ ചൂടാണെങ്കിലും ഇതിനകത്തോട്ടൊന്ന് കയറിയ നല്ല എയർ കണ്ടീഷനിൽ കയറുന്നതിനേക്കാൾ വലിയ ഫീലാണ്. കാരണം അത്രയ്ക്കും തണുപ്പായിരുന്നു ഇതിനകത്ത്. ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ടല്ലേ ഇത്. ഇതിന്റെ സൈഡിലായിട്ട് ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വ്യൂ കണ്ടില്ലേ, എന്നാ കിടിലുമാണല്ലേ. ഈ ഊഞ്ഞാലും ഒക്കെ ആടിക്കൊണ്ട് ഇതും കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാം. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് വരുന്ന 3 നിലയായിട്ടാണ്. താഴെ AC യും മുകളിൽ 2 ഓപ്പൺ എയർ ആയിട്ടാണ്. അവിടുന്ന് കാണുമ്പോൾ ഉള്ള വ്യൂ ആണിത്. എന്നാ കിടിലുമാണല്ലേ. അവിടെ മാത്രമല്ല സൈഡിലും ഇങ്ങനെയായിട്ട് ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ സൈഡിൽ സീറ്റ് പിടിച്ചു. അതിന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് നടന്നിങ്ങനെ കായലിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കാം. ഫുഡ് അടി ഞങ്ങളുടെ ഒരു മെയിൻ കാര്യം അല്ലെങ്കിലും വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ കപ്പയും മീൻകറിയും അൽഫാമും ഓർഡർ ചെയ്തു. ഫുഡിന്റെ കൂടെ ഇവിടെ കള്ളും അവൈലബിൾ ആണ്. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ കപ്പയൊക്കെ ഇങ്ങനെ എടുത്ത് ഞെരടി ആ മീൻകറിയും കൂടെ ഒഴിച്ചൊരു പിടി പിടിക്കണം. ആഹാ, അടിപൊളി. പിന്നെ അത് തീർക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ആ ടേസ്റ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ കഴിച്ചു തീർത്തു. ഫുഡൊക്കെ ഭയങ്കര അഫോർഡബിൾ ആണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതേ ഇതിന്റെ സൈഡിൽ വന്നിരുന്ന് ഇങ്ങനെ കാഴ്ചയും കണ്ട് കാര്യമൊക്കെ പറഞ്ഞിരിക്കാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ ചാത്തന്നൂർ തിരുമുക്കിൽ നിന്ന് പരവൂരോട്ട് പോകുന്ന റൂട്ടിൽ ഏകദേശം 3 കിലോമീറ്റർ മാറിയാണ്. BR ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് വരുന്നുള്ള ഫസ്റ്റ് റൈറ്റ് എടുക്കുമ്പോൾ അവിടെ മാംഗ്രൂവ് അഡ്വഞ്ചേഴ്സ് എന്ന ബോർഡ് വെച്ചിട്ടുണ്ട്. ആ റൈറ്റ് എടുത്ത് നേരെ അങ്ങ് വിട്ടാൽ ഇവിടെ വന്നെത്തും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യണേ.